കഴിഞ്ഞ ക്ലാസ്സിൽ സപ്തസ്വരങ്ങൾ താളത്തിൽ വായിക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി 15 സരളീവരിശകളാണ് പഠിക്കുവാനുള്ളത്. അതിലെ ആദ്യത്തെ 2 സരളീവരിശകൾ ഇന്ന് നമുക്ക് ക്ലാസ്സിൽ പഠിക്കാം. എങ്ങനെയാണ് അത് താളത്തിൽ വായിച്ചു പോകുന്നത് എന്ന് നോക്കാം. വയലിൻ അടിസ്ഥാന പാഠം കഴിഞ്ഞ ക്ലാസ്സിൽ സപ്തസ്വരങ്ങൾ എങ്ങനെയാണ് താളത്തിൽ വായിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു. ഇനിയും നമുക്ക് കുറച്ച് സരളീവരിശകളാണ് പഠിക്കുവാനുള്ളത്. സരളീവരിശകൾ എങ്ങനെയാണ് താളത്തിൽ പ്രാക്ടീസ് ചെയ്ത് പോകേണ്ടത്? സ അങ്ങനെ ഒരു 4 സെക്കൻഡ് വരുന്ന രീതിയിലായിരുന്നു പഠിച്ചത്. അത് നന്നായി പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സരളീവരിശകൾ ഫസ്റ്റ് സ്പീഡ് സ എന്നാക്കാം. അതായത് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ സ രി ഗ ഇവിടെ മുതൽ 4 കാലം വായിച്ച് പ്രാക്ടീസ് ചെയ്താൽ മതിയാവും. സരി സരി എന്ന് 3 പ്രാവശ്യം, ഗമ എന്ന് 1 പ്രാവശ്യം. അപ്പോഴാണ് സരി 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 ഗമ, പിന്നെ സരിഗമ പദനിസ. അതാണ് നമുക്ക് വായിക്കേണ്ടത്. അപ്പോൾ സരി സരി സരിഗമ എന്നായി. ഇനി സരിഗമ പദനിസ. ഇനി ആരോഹണത്തിൽ വായിച്ച അതുപോലെ തന്നെ അവരോഹണത്തിലും വായിച്ചാൽ മതി. ആരോഹണത്തിൽ സരി സരി സരി, അതുപോലെ അവരോഹണത്തിൽ സനി സനി സനി. അപ്പോൾ സരി 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 ഗമ എന്നുണ്ടായിരുന്നു. അതുപോലെ തിരിച്ചും സനി 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 ധപ്പ. അപ്പോൾ സനി 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 ധപ്പ കഴിഞ്ഞിട്ട് സനി ധപ്പ മകരിസ എന്ന് വായിക്കണം. അതിന് ഈ 2 വിരലുകൾ, റിംഗ് ഫിംഗറും മിഡിൽ ഫിംഗറും ഒരുമിച്ച് ഇവിടെ വയ്ക്കണം. ചൂണ്ടുവിരൽ ഇപ്പോൾ വയ്ക്കരുത്. ഇനിയാണ് ചൂണ്ടുവിരൽ വയ്ക്കേണ്ടത്. പിന്നെ മാ വയ്ക്കുമ്പോൾ നമ്മൾ നേരത്തെ 2 വിരലാണ് വെച്ചിരുന്നത്, അതുപോലെ വയ്ക്കുക. സരി സരി സരിഗമ, സരിഗമ പദനിസ, സനി സനി സനിധപ്പ, സനിധപ്പ മകരിസ. ഇത് നമുക്ക് എല്ലാവർക്കും വായിക്കാം. പക്ഷേ ഇത് വായിക്കുന്നതിൻ്റെ ഫിംഗറിങ്ങിൻ്റെ രീതി, അതാണ് നമ്മൾ നന്നായി പഠിക്കേണ്ടത്. ഒന്നുകൂടെ ഫുള്ളായിട്ട് വായിക്കാം. ഇനി സാ വയ്ക്കുമ്പോൾ 2 വിരലുകൾ മാത്രമേ വയ്ക്കാവൂ, 3 വിരലുകൾ വയ്ക്കരുത്. സാനി 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 ധാപ്പ എന്ന് കഴിഞ്ഞപ്പോൾ എല്ലാ വിരലുകളും നമ്മൾ ഉയർത്തി വെച്ചിരിക്കുകയാണ്. ഇനി വയ്ക്കുമ്പോൾ 2 വിരലുകൾ വയ്ക്കണം. ഒന്നാമത്തെ കമ്പിയിൽ ഇനി അതിൻ്റെ അടുത്ത സ്പീഡ് വായിക്കാം.
സ്പീഡ്. ഈ സ്പീഡെല്ലാം വായിച്ചപ്പോഴും നമ്മൾ ആ വിരലുകൾ വയ്ക്കുന്ന ആ രീതിക്ക് മാറ്റം വരുത്തിയിട്ടില്ല. ഒന്നുകൂടെ വായിക്കാം. എല്ലാ വിരലുകളും വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഈ 2 വിരൽ ആദ്യം വയ്ക്കണം. ഒരു പ്രാവശ്യം കൂടെ. ഇനിയും ഇതിൻ്റെ അടുത്ത സ്പീഡ് സരി 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 ഗമ. ഇങ്ങനെ ഒന്നാം കാലം 1 പ്രാവശ്യം, രണ്ടാം കാലം 2 പ്രാവശ്യം, മൂന്നാം കാലം 4 പ്രാവശ്യം, നാലാം കാലം 8 പ്രാവശ്യം ഇങ്ങനെ വേണം പ്രാക്ടീസ് ചെയ്യുവാൻ. ഫസ്റ്റ് സ്പീഡ് നമ്മൾ ഈ ഒരു രീതിയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ സരളീകരിച്ച എന്ന് പറയുന്നത് സരിഗ സരിഗ സരി സരിഗമ പതിനിസ എന്നാണ്. അതായത് ആരോഹണത്തിൽ 3 അക്ഷരം സരിഗ, വീണ്ടും 1 പ്രാവശ്യം കൂടി സരിഗ, പിന്നെ സരി 1 പ്രാവശ്യം. അപ്പോൾ സരിഗ സരിഗ സരി സരിഗമ പതിനിസ. അതെങ്ങനെയാണ് വായിക്കുന്നത് നോക്കാം. ഇതുപോലെ തന്നെയാണ് സനിത സനിത സനി സനിതപമകരിസ. ആരോഹണത്തിൽ വന്ന് അതുപോലെ തന്നെ. ഇവിടെ ചൂണ്ടുവിരൽ എടുക്കാതെ 2 വിരലും അങ്ങ് തിരിച്ചു വെച്ചാൽ മതി. വീണ്ടും 2 വിരൽ. സനിത സനിത സനി എന്നായി. ഇനിയും സനിതപമകരിസ. അപ്പോൾ വീണ്ടും തിരിച്ചു വിരൽ വെച്ചിട്ട് ഒന്നുകൂടി വായിക്കാം. ഇവിടെയും ഫിംഗറിങ്ങിൻ്റെ മെത്തേഡുകൾ മാറ്റാതെ വായിച്ച് പഠിക്കണം. അടുത്ത സ്പീഡ്.
സ്പീഡ്. ഇവിടെയും സനിധ വായിക്കുമ്പോൾ ചൂണ്ടുവിരൽ ഉയർത്താതെ വായിച്ചാൽ മതി. ഇത് നല്ല സ്പീഡായി നല്ല പ്രാക്ടീസൊക്കെ ആയി കഴിയുമ്പോൾ പിന്നീട് സനിധയൊക്കെ എടുത്ത് വായിച്ചാലും പ്രശ്നങ്ങൾ വരില്ല. നല്ല പ്രാക്ടീസ് ആകുമ്പോൾ അങ്ങനെ മാറ്റിയൊക്കെ വായിക്കാൻ പറ്റും. ഒന്നുകൂടെ വായിക്കാം. ഉണ്ടോ? ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വായിക്കാം. തുടക്കക്കാർക്ക്